ചാനൽ ട്രിനിറ്റി വോയിസ്. ദാസനെ പോലെ സേവയെ ചെയ്ത ദൈവത്തിൽ ഏകജാതനെ, ദാസനെ പോലെ സേവയെ ചെയ്ത ദൈവത്തിൽ ഏകജാതനെ, വാസം ചെയ്യണ മീനിൻ വീണയ എൻ്റെ ഉള്ളിലും നാഥനെ, വാസം ചെയ്യണ മീനിൻ വീണയമെൻ്റെ ഉള്ളിലും നാഥനെ. യേശുവേ നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യോ, യേശുവേ നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യോ, ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം മുഴുവൻ, ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം മുഴുവൻ. ഇന്ന് സൺഡേ ആണ്, സൺഡേ സ്പെഷ്യൽ. രൂത്ത് ആൻഡ് എസ്തർ ആ കഥകൾ, സംഭവ കഥകൾ നമ്മൾ തുടർന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുസ്തകങ്ങൾ കഴിയുമ്പോൾ നമുക്ക് വേറെ കഥയുള്ള പുസ്തകങ്ങളിൽ എടുത്തിട്ട് അത് നമുക്ക് സെപ്പറേറ്റ് വായിക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുകയും കേൾക്കുകയും മറുപടി തരികയും കമൻ്റ് ഇടുകയും ഒക്കെ ചെയ്യണം. എന്നാലേ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഒരു സ്മൂത്തായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും ഇത് കാണണം. നിങ്ങൾക്ക് വേണ്ടി ഞാനിത് വായിച്ചും കേൾപ്പിക്കുന്നുണ്ട്, അതിൻ്റെ കണ്ടൻസും ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പം ഈ പുസ്തകങ്ങളൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ കയറി കാണുകയും കേൾക്കുകയും കമൻറ്റ് തരികയും സജഷൻ തരികയൊക്കെ ചെയ്യണം കേട്ടോ. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. രൂത്ത് 4:5. രൂത്ത് ചാപ്റ്റർ 4 വേഴ്സ് 5. അതിന് അവൻ, ഞാൻ വീണ്ടെടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ബോവസ്, നീ നവോമിയോട് വയൽ വാങ്ങുന്ന നാളിൽ മരിച്ചവൻ്റെ അവകാശത്തിന്മേൽ അവൻ്റെ പേർ നിലനിർത്തുവാൻ തക്കവണ്ണം മരിച്ചവൻ്റെ ഭാര്യ മോവാബി സ്ത്രീയായ രൂത്തിനെയും വാങ്ങണം എന്ന് പറഞ്ഞു. Then said Boaz, what day thou buyest the field of the hand of Naomi, thou must buy it also of Ruth the Moabites, the wife of the dead, to raise up the name of the dead upon his inheritance. നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോകാം. എസ്തർ 3 വേഴ്സ് 2. എസ്തറിൻ്റെ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൻ്റെ 2-ാമത് വാക്യം. രാജാവിൻ്റെ വാതിൽക്കലെ രാജഭൃത്യന്മാർ ഒക്കെയും ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു. രാജാവ് അവനെ സംബന്ധിച്ച് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും മൊർദെഖായി അവനെ കുമ്പിട്ടില്ല, നമസ്കരിച്ചതുമില്ല. And all the king's servants that were in the king's gate bowed and reverenced Haman, for the king had so commanded concerning him. But Mordecai bowed not, nor did him reverence. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ കണ്ടൻസ് ഒന്ന് നോക്കാം. ആദ്യത്തെ സെഷൻ രൂത്ത് തന്നെ. അതിന് അവൻ, ഞാൻ വീണ്ടെടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ബോവസ്, നീ നവോമിയോട് വയൽ വാങ്ങുന്ന നാളിൽ മരിച്ചവൻ്റെ അവകാശത്തിന്മേൽ അവൻ്റെ പേർ നിലനിർത്തുവാൻ തക്കവണ്ണം മരിച്ചവൻ്റെ ഭാര്യ മോവാബി സ്ത്രീയായ രൂത്തിനെയും വാങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ 2 വീണ്ടെടുപ്പുകാരുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ അദ്ദേഹത്തിലൊക്കെ വായിച്ചു. അപ്പോൾ അതിൽ ഒന്നാമത്തെ ആളോട് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടെടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ബോവസ് പറഞ്ഞു, നീ നവോമിയോട് വയൽ വാങ്ങുന്ന നാളിൽ മരിച്ചവൻ്റെ അവകാശത്തിന്മേൽ അവൻ്റെ പേർ നിലനിർത്തുവാൻ തക്കവണ്ണം മരിച്ചവൻ്റെ ഭാര്യയായ മോവാബ് സ്ത്രീയായ രൂത്തിനെയും കൂടെ വാങ്ങണമെന്ന് അവനോട് പറഞ്ഞായിട്ടാണ് ഈ ഒരു
വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതിൻ്റെ ഇംഗ്ലീഷ് പോർഷൻ നോക്കാം. Then said Boaz, what day thou buyest the field of the hand of Naomi, thou must buy it also of Ruth the Moabites, the wife of the dead, to raise up the name of the dead upon his inheritance. നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോകാം. എസ്തറിൻ്റെ പുസ്തകം നമ്മൾ രൂത്ത് എസ്തറുമാണല്ലോ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സെക്കൻഡ് സെഷനിലേക്ക് പോകാം. എസ്തർ ചാപ്റ്റർ 3 വേഴ്സ് 2. എസ്തറിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത് വാക്യം. രാജാവിൻ്റെ വാതിൽക്കലെ രാജഭൃത്യന്മാരൊക്കെയും ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു. രാജാവ് അവനെ സംബന്ധിച്ച് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അറിയത്തില്ല, ഈ ഹാമാൻ്റെ സ്വഭാവമൊന്നും അറിയത്തില്ല. ഹാമാൻ നല്ലൊരാളാണെന്നൊക്കെയാണ് രാജാവ് ചിന്തിച്ചുകൊണ്ടിരുന്നത് ആദ്യമായിട്ട്. ഒരു മനുഷ്യൻ്റെ സ്വഭാവം എല്ലാവർക്കും എല്ലായ്പ്പോഴും അറിയണമെന്നില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, രാജഭൃത്യന്മാരെല്ലാവരും ചെന്നിട്ട് ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചായിട്ട് നമുക്കിവിടെ വായിക്കുമ്പോൾ മനസ്സിലാവും. രാജാവ് അവനെ സംബന്ധിച്ച് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്. രാജാവ് അഹശ്വേരോസ് രാജാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാമാനെ കുമ്പിട്ട് നമസ്കരിക്കണമെന്നൊക്കെ. എങ്കിലും ഒരേ ഒരാൾ മൊർദെഖായി അവനെ കുമ്പിട്ടില്ല, നമസ്കരിച്ചതുമില്ല. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന മൊർദെഖായി ഒരു യഹൂദനായിരുന്നു എന്നും അപ്പോൾ മറ്റാരെ അങ്ങനെ കുമ്പിട്ട് നമസ്കരിക്കേണ്ട ആവശ്യമൊന്നും അവനില്ലായിരുന്നു എന്നൊന്നും അവന് പ്രത്യേകമായ ഒരു അജണ്ട ഉണ്ടായിരുന്നു. അതിൽ അവൻ ഒരിക്കലും കുമ്പിടുകയോ നമസ്കരിക്കുകയോ ഒന്നും ചെയ്തില്ല മൊർദെഖായി. പിന്നെയാണ് നമുക്കിനി അടുത്ത ദിവസത്തെ വാക്യത്തിൽ നമുക്ക് അതിൻ്റെ കഥയൊക്കെ മനസ്സിലാവും കേട്ടോ. ഞാൻ കേട്ടിട്ടുള്ളവർക്ക് കഥ എന്താണെന്ന് അറിയാം. കേട്ടിട്ടില്ലാത്തൊരു ഫ്രഷായിട്ട് കേൾക്കാൻ അടുത്ത ആഴ്ചയിൽ തയ്യാറായിട്ടിരിക്കണേ. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് പോർഷനിലേക്ക് ഒന്നുകൂടെ പോവാം. ആൻഡ് ഓൾ ദ കിങ്സ് സെർവൻസ് ദാറ്റ് വെയർ ഇൻ ദ കിങ്സ് ഗേറ്റ് ബൗഡ് ആൻഡ് റെവറൻസ്ഡ് ദ ഹാമാൻ, ഫോർ ദ കിങ് ഹാഡ് സോ കമാൻഡഡ് കൺസേണിംഗ് ഹിം, ബട്ട് മൊർദെഖായി ബൗഡ് നോട്ട് നോർ ഡിഡ് ഹിം റെവറൻസ്. അപ്പം നമ്മുടെ എല്ലാ 2 സെഷനാണുള്ളത്. 2 സെഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻറ്റ്.